ഹലോ ഗായ്സ്, അച്ചൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ലക്കി ബോമിൻ്റെ ചെടീൻ്റെ വിശേഷങ്ങൾ പറയാനാണ് നിങ്ങളോട് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, ലാസ്റ്റ് വരെ എൻഡ് വരെ കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ഒരു മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണാം. കണ്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ആക്കി. ഓക്കെ, നിങ്ങളെ അഭിപ്രായമെല്ലാം കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തി. കഴിഞ്ഞ വീഡിയോ ഒക്കെ നല്ല സപ്പോർട്ട് തന്നെ നിങ്ങൾ. ഓക്കെ, നമ്മളെ പൂച്ചെടീൻ്റെ പിന്നെ പ്ലാവിൻ്റെ അതിൻ്റെ നല്ല സപ്പോർട്ടാണ്. അതേപോലെ നിങ്ങൾ ഈ വീഡിയോക്കും നല്ല സപ്പോർട്ട് തരണം. ഓക്കെ, ഹലോ ഗായ്സ്, ഇന്നാണ് ഞങ്ങളെ പൂവിൻ്റെ ചെടിയിലൊക്കെ ലൈക്ക് ഷെയർ ആക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഈ ചെടീൻ്റെ വിശേഷം ഭയങ്കര ഭാഗ്യമുണ്ട്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഈ ചെടീനെ പറ്റി അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം. ഓക്കെ, വീട്ടിൻ്റെ ഉള്ളിൽ തൈ നടാം, എന്നിട്ട് ഭാഗ്യം ഉണ്ടാവുമെന്നുള്ള പറഞ്ഞു. നമുക്കതിനെ പറ്റി അറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെല്ലാം ഇതിൻ്റെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റി ഫുള്ള് അറിയുന്ന ആളെ നമുക്ക് ഇതിൻ്റെ പറഞ്ഞു തരും. ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു തരും. എത്ര ചെടി വെക്കണം, ഇങ്ങനെയൊക്കെ എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പോൾ ഞാനിപ്പോൾ വോയിസ് ക്ലിപ്പെല്ലാം ഇതിലേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണണം. പിന്നെ പകുതി നിന്ന് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഫുള്ളായി കണ്ടാലേ ഇതെന്തെല്ലാം ഈ ചെടീനെ പറ്റി എല്ലാ ദോഷങ്ങളും എന്തൊക്കെ പ്രശ്നമുണ്ടെല്ലാം പറയും. ഓക്കെ, അപ്പോൾ ഫുള്ളായി വീഡിയോ കണ്ട് എല്ലാവരും കമൻറ്റ് രേഖപ്പെടുത്തുക. സന്തോഷവും സമാധാനവും വരുവാനായി നമ്മൾ പലതും ചെയ്തു കൂട്ടാറുണ്ട്. അതിന്റെ എല്ലാം പിന്നിലുള്ള കാര്യം ഇല്ലാതെ ധനം അതുതന്നെയാണ്. അതെല്ലാവരും മുകളിലുള്ള ജീവിതത്തിലൂടെ മനസ്സിലാക്കി കാണും. ഇതിനായി ചിലർ ആദ്യം ഭക്തിമാർഗം തേടുന്നു, അതുപോലെ ചിലർ ശാസ്ത്രമാർഗങ്ങളെ തേടുന്നു. സത്യത്തിൽ ഇതിന്റെ എല്ലാം പിന്നിൽ എന്താണ്? ഈ ഫെങ്ഷുയും മറ്റും പറയുന്ന ഈ ഉത്തേജക കാര്യങ്ങൾ സത്യമായും ഫലിക്കുമോ? തീർച്ചയായും ഫലിക്കും. പക്ഷേ അതിനൊരു രഹസ്യമുണ്ട്. ആ രഹസ്യം ഇതാണ്. അതിനെപ്പറ്റി നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. നാം എന്തിനെയാണോ വെക്കുന്നത് അതിനെപ്പറ്റി പൂർണ്ണ അറിവ് നമുക്കുണ്ടായിരിക്കണം. കൃത്യമായും അത് എവിടെ വെക്കണം എന്നറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തിനാണ് അത് വെക്കുന്നത് എന്നതിനെ പറ്റിയും, അതുപോലെ തന്നെ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ രഹസ്യം. ഇതൊന്നും അറിയില്ലെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കരുത്. പ്രിയരെ, എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന ലക്കി ബാമ്പു അഥവാ ഭാഗ്യമുള്ള ഇതിനെ എങ്ങനെ പരിപാലിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, ഫലം തരുവാനായി നാം അതിനെ ഏത് ദിശയിൽ വെക്കണം, ഇത് എങ്ങനെയാണ് ലക്കി ബാമ്പു ആകുന്നത്, അതായത് ഭാഗ്യം തരുന്ന മുളയാകുന്നത്, ഇതിനെപ്പറ്റിയും ഈ അധ്യായത്തിലൂടെ പറയാൻ ശ്രമിക്കുകയാണ്. ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ലക്കി ബാമ്പുവിൽ നിന്ന് പ്രതീക്ഷിച്ച ഗുണങ്ങൾ ലഭിക്കുകയുള്ളൂ. പ്രിയരെ, ആദ്യം നമുക്ക് ലക്കി ബാമ്പു എന്ന ഭാഗ്യമുള്ള എന്താണെന്ന് മനസ്സിലാക്കാം. കാണുവാൻ നല്ല മനോഹരമായ ഒരു ചെടി. യഥാർത്ഥത്തിൽ ഇത് മുളയുടെ ജാതിയോ അല്ല എന്നതാണ് സത്യം. ഇത് ആഫ്രിക്കയുടെ ഒരു ട്രോപ്പിക്കൽ വാട്ടർ ലിലിയാണ്. ഡ്രസേന കൺട്രേനിയ എന്നാണ് ഇതിന്റെ പേര്. ആഫ്രിക്കയിലുള്ളവർ ഈ സസ്യം എവിടെയാണ് വളരുന്നത് അവിടെ സുഖവും സൗഭാഗ്യവും വരുമെന്ന് വിശ്വസിക്കുന്നു. ഇത് മുളയെ പോലെയാണ് കാണുന്നത്, അതുകൊണ്ടാകാം ഇതിനെ മുളയായി കണക്കാക്കുന്നത്. എത്ര മോശമായ അന്തരീക്ഷമായാലും മുള അത് നേരെ തന്നെ വളരുന്നു. ഈ ഗുണത്തെയാണ് ഇതിനെ പ്രതീക രൂപത്തിൽ ഫെങ്ഷുയിൽ പറയാൻ കാരണം. ഇനി എങ്ങനെ പരിപാലിക്കാം എന്നത് പറയാം. ലക്കി ബാമ്പു ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്, അതായത് വീടിനുള്ളിലും വളർത്താൻ സാധിക്കുന്ന ഒരു സസ്യമാണ്. ഇതും മണി പ്ലാന്റ് പോലെ തന്നെയാണ്. ജലം മാത്രം മതി.
പ്രത്യേകിച്ച് വളമോ മറ്റൊന്നിന്റെയും ആവശ്യമില്ല. ഇതിനെ വീടിനുള്ളിൽ പരിപാലിക്കാവുന്നതാണ്. വെള്ളത്തിൽ മാത്രമല്ല, ഇത് മണ്ണിലും നന്നായി വളരും. വീടിനുള്ളിൽ വളർത്തുമ്പോൾ, അതായത് എന്തെങ്കിലും ഗുണത്തിനാണ് വളർത്തുന്നതെങ്കിൽ, ഒരു ഗ്ലാസ് ബോർഡിൽ താഴെ ചെറിയ വർണ്ണക്കല്ലുകളിട്ട് ഇതുപോലെ വേരിൽ നിന്ന് 1/2 ഇഞ്ച് മാത്രം വെള്ളത്തിൽ മുങ്ങി വെക്കുന്ന രീതിയിൽ നട്ട് വളർത്തുക. ഏകദേശം 1 അടി വളർന്നു കഴിയുമ്പോൾ മാത്രം ഇതിന് അല്പം സൂര്യപ്രകാശം വേണ്ടിവരും. അതും കൂടുതൽ സമയമൊന്നും വേണ്ട, ദിവസവും 1/2 മണിക്കൂർ വരെ. നല്ല ശുദ്ധജലം മാത്രമേ ഒഴിക്കാവൂ, കുടിക്കാൻ പറ്റുന്ന ജലം മാത്രം. ആഴ്ചയിൽ ഒരിക്കൽ ഇത് തീർച്ചയായും മാറ്റണം, അല്ലെങ്കിൽ ഫംഗസ് കാരണം ഇല മഞ്ഞളിച്ചു പോകും. ഇത് വീടിനുള്ളിലിരുന്ന് നശിച്ചു പോകാനുള്ള അവസരം ഉണ്ടാക്കരുത്. ആഴ്ചയിൽ വെള്ളം മാറ്റുമ്പോൾ അതിലെ വേരും തണ്ടും നല്ലതുപോലെ കഴുകണം, കൂടാതെ വെക്കുന്ന പാത്രവും. ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ വെളിയിൽ നടുന്നതാണ് നല്ലത്. മുറിച്ച് ബോൾസായിയെ പോലെ വളർത്തുന്നതിൽ എനിക്ക് യോജിപ്പില്ല. അടുത്തതായി പറയാൻ പോകുന്നത് എന്തിന് നടണം എന്നതിനെ പറ്റിയാണ്. തീർച്ചയായും ഇത് വീടിനുള്ളിലെ ഓക്സിജന്റെ അളവ് കൂട്ടുവാൻ തന്നെയാണ്. നല്ല ഓക്സിജൻ കിട്ടുമ്പോൾ നല്ല ചിന്തകളും നല്ല ആശയങ്ങളും ഉദിക്കും. അപ്പോൾ വീട്ടിലെ കലഹങ്ങൾ, ഇണക്കങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല. പക്ഷേ ഇതിൽ നിന്നും ഭാഗ്യോദയം ഉണ്ടാവുന്ന കാര്യവും നമുക്കല്പം വിശ്വസിക്കാം. കാരണം ഇത് മോശം ഊർജങ്ങളെ ആഗിരണം ചെയ്യുന്നു. അങ്ങനെ നെഗറ്റീവ് എനർജി വീടിനുള്ളിൽ കുറയുമ്പോൾ സ്വാഭാവികമായും ഭവനത്തിൽ നല്ല ഊർജങ്ങളുടെ പ്രഭാവം ഉണ്ടാകും. ഇനി ഈ സസ്യത്തിന്റെ പേര് പോലെ തന്നെ ലക്കി അഥവാ ഭാഗ്യം ഉള്ളതാക്കി മാറ്റണമെങ്കിൽ അത് വെക്കുന്ന ദിശയുടെ കാര്യം പ്രത്യേകം പരിഗണിക്കണം. കാരണം ഈ സസ്യങ്ങൾ ചിലയിടങ്ങളിൽ നല്ല പ്രഭാവം തരില്ല. അത് എവിടെയൊക്കെയെന്ന് ആദ്യം പറയാം. സൗത്ത് വെസ്റ്റ് അഥവാ തെക്ക് പടിഞ്ഞാറ്, അത് തന്നെ കന്നിമൂലയിൽ ഇത് നടരുത്. അതുപോലെ ബെഡ്റൂമിനുള്ളിലും ഇത് നട്ടുവെക്കരുത്. എല്ലാ സസ്യങ്ങളെ പോലെ ഈ സസ്യവും രാത്രി കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് പുറത്തുവിടുന്നത്. ഇനി ആര് പറഞ്ഞാലും ഇത് നിങ്ങൾ ബെഡ്റൂമിൽ വെക്കരുത്. അതുപോലെ ഈശാന്യ അഥവാ വടക്ക് കിഴക്ക് ദിശയിലും ലക്കി ബാമ്പു വെക്കരുത്. മറ്റേതൊരു ദിശയിലും ഇത് നടാവുന്നതാണ്. അടുത്തതായി പ്രയോജനം ലഭിക്കാനായി, അതായത് ലക്കി ബാമ്പുവിന്റെ ലക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നടുന്ന ദിശയുമുണ്ട്, അതുപോലെ രീതിയുമുണ്ട്. വീടിന്റെ കിഴക്ക് ദിശയിലും അതുപോലെ തെക്ക് കിഴക്ക് ദിശയിലും നടുമ്പോഴാണ് അത് ലക്കി ബാമ്പു ആകുന്നത്. ഒരു കാര്യം പ്രത്യേകം പറയുന്നു, വീടിന്റെ കിഴക്ക് ദിശയും വീടിന്റെ തെക്ക് കിഴക്ക് ദിശയുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലിവിംഗ് റൂമിന്റെ തെക്ക് കിഴക്കും കിഴക്ക് ദിശയുമല്ല. വിഡ്ഢിത്തരങ്ങൾക്ക് കാത് കൊടുക്കേണ്ട. ഇനി ഭാഗ്യം വരാൻ വേണ്ടി ബംബോ പ്ലാന്റ് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഇതിന്റെ തണ്ടിന്റെ എണ്ണം കൂടി നോക്കേണ്ടി വരുമോ? അല്പം ഇതും കൂടി ശ്രദ്ധിക്കുക. 3 തണ്ടുണ്ടെങ്കിൽ അത് സുഖവും ധനവും ദീർഘായുസും തരുമെന്നും 5 എണ്ണം ഉണ്ടെങ്കിൽ അത് ധാരാളം ധനത്തെ ആകർഷിക്കുമെന്നും 6 എണ്ണം ഉണ്ടെങ്കിൽ അത് അനുകൂല പരിസ്ഥിതിയും സമൃദ്ധിയും തരുമെന്നും 7 ദണ്ട് ഉണ്ടെങ്കിൽ അത് നല്ല ആരോഗ്യത്തെ തരുമെന്നും 8 എണ്ണം ഉണ്ടെങ്കിൽ അത് സാമ്പത്തിക വളർച്ചയെ തരുമെന്നും 10 എണ്ണം ഉണ്ടെങ്കിൽ സമ്പന്നതയും സമ്പൂർണതയും തരുമെന്നും 21 എണ്ണം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കായും എല്ലാ ആഗ്രഹങ്ങൾക്കുമായും നടാമെന്നും പറയുന്നു. ഇനി അടുത്തതായി നമുക്ക് പരിശോധിക്കേണ്ടത് ലക്കി ബംബു ഭാഗ്യം കൊണ്ടു തരുന്നത് എങ്ങനെ. എല്ലാം പറയുമ്പോൾ ഇതും കൂടി പറയണമല്ലോ, അല്ലെ? ലക്കി ബാമ്പു നടുമ്പോഴാണ് ഇക്കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഒഴിക്കുന്ന വെള്ളം ജലതത്വത്തെയും അതിൽ കെട്ടുന്ന ചുവന്ന റിബൺ അഗ്നിതത്വത്തെയും അതിലിടുന്ന കല്ലുകൾ ഭൂമി തത്വത്തെയും പിന്നെ അത് വിടുന്ന
ശുദ്ധമായ വായു തത്വത്തെയും പിന്നെ മുകളിലേക്ക് വളർന്നു വരുമ്പോൾ ആകാശ തത്വത്തെയും പ്രതിനിധീകരിക്കുന്നു. ഈ 5 തത്വങ്ങളും ലക്കി ബാമ്പു നടുമ്പോൾ ആ ദിശയിൽ വരുന്നു. അവിടെ സന്തുലനാവസ്ഥ പ്രാപിക്കുകയും ചെയ്യുന്നു. ലക്കി ബാമ്പു പ്ലാന്റ് ലക്ക് എങ്ങനെയാണ് വരുത്തുന്നതെന്ന് ഏകദേശ രൂപം മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ലക്കി ബാമ്പു വീട്ടിലേക്ക് മേടിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നത് അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ ചെടീനെ പറ്റി നിങ്ങൾക്കെല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ചെടി ആരെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ വെക്കണം എന്തൊക്കെ എല്ലാം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തി നിങ്ങളെ അഭിപ്രായം കമൻറ്റ് അറിയുന്ന ആൾക്കാരുണ്ടാവും. ഈ ചെടീനെ പറ്റി കുറേ അറിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അറിയുന്ന ആൾക്കാർ അതിൻ്റെ കമൻറ്റ് ഇടുക. ഓക്കെ. അപ്പോൾ ഞങ്ങൾ അടുത്ത വീനായിട്ട് ഒരു നല്ലൊരു വീഡിയോ വരാനുണ്ട്. നല്ല അടുത്ത അസുര നമ്മളെ അടുത്ത വീഡിയോ പൂവിൻ്റെ തയ്യാ അരിപ്പൂവിൻ്റെ പ്ലാന്റിൻ്റെ അടുത്ത വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ സപ്പോർട്ടാക്കണം. ഓക്കെ. കാശ് അത് വെറും കടലാസല്ലടാ, അത് കയ്യിലുണ്ടാകുന്ന ഒരു ധൈര്യമാണ്. അതിന് ചിലപ്പോ കയ്യിൽ നിന്ന് പോകുന്ന ജീവൻ പിടിച്ചു നിർത്താൻ പറ്റും. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ, കമൻറ്റ്, ലൈക്ക് മൊത്തത്തിൽ എല്ലാം ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ നിങ്ങൾ നല്ല സപ്പോർട്ട് തരണം. എന്നാലേ നമുക്കൊരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല മജാണ്. നിങ്ങൾ കമൻറ്റ് കാണുമ്പോണ്ടല്ലോ നമുക്കൊരു സന്തോഷം. അപ്പോൾ നിങ്ങൾ എന്താക്കി എല്ലാവരും കമൻറ്റ് ഇടണം. അതെ, ഇത് പിന്നെ ലക്കി ബാമ്പിനെ പറ്റി അറിയുന്ന ആൾക്കാരും എല്ലാവരും കമൻ്റ് ആക്കുക. നമ്മൾ ഈ ചെടീൻ്റെ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട്, അടുത്തിന് തുടങ്ങാൻ പ്ലാൻ ഇടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടാക്കണം. നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ ഞങ്ങളുടെ വിജയം, അല്ലെങ്കിൽ ഒന്നും ആവില്ല, എവിടത്തേക്ക് എത്തൂല. അപ്പോൾ നിങ്ങളൊക്കെ ഷെയർ ആയിക്കോരെ.